ഹലോ മക്കളെ, യെസ്. അപ്പൊ നമ്മൾ ഇന്ന് എന്തിനാ വന്നിരിക്കുന്ന മിസ്സേ? നിങ്ങളിതാ ഇനിയിപ്പോ എല്ലാവരും ഒരു സംശയത്തിൽ നിൽക്കുകയാണ്. ഓണം എക്സാം ഉണ്ടോ എന്നുള്ള കുറെ സംശയങ്ങളാണ്. പക്ഷെ ആ സംശയമൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിലൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് പോയി കാണാം. യെസ്. അപ്പൊ ഈ ഓണം എക്സാം വരുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ സംശയത്തിൽ ഉണ്ടായിരിക്കും. പലരും, അത് മാത്രമല്ല പലരും അഡ്മിഷൻ കിട്ടി, എന്നാൽ കുറച്ചുപേര് അഡ്മിഷൻ ഇനിയും വേണ്ടി വെയിറ്റ് ചെയ്യാനവരുണ്ടായിരിക്കും. പക്ഷെ പേടിക്കണ്ട, നിങ്ങളൊക്കെ വേഗം അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ നേരിടാൻ പോവാണല്ലേ. അഡ്മിഷൻ ഒക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും മക്കളെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഒരു ഓണ പരീക്ഷ ഉണ്ടായിരിക്കും. അത് ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷയാണോ അതോ സ്കൂളിൽ നിന്ന് തന്നെ നടത്തുന്നതാണോ എന്നുള്ളത് നമുക്ക് ഇതുവരെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വന്നിട്ടില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഒഫീഷ്യലി ഒരു +1 പരീക്ഷ, ഓണ പരീക്ഷ നടന്നിട്ടില്ല. പക്ഷെ എങ്കിലും എല്ലാ സ്കൂളുകളിലും ഒരു ഓണ പരീക്ഷ നമ്മുടെ സ്കീം ഓഫ് വർക്ക് അനുസരിച്ച് തന്നെ കൃത്യമായ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് നടന്നിട്ടുണ്ട്. സോ ഇത്തവണ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നേരത്തെ, ഓണം ലേറ്റും ആയി. അപ്പൊ നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും പരീക്ഷ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. യെസ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ളതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മൾ ഈ ഓണപരീക്ഷയ്ക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളോട് കുറെ കുട്ടികൾ ചോദിക്കുന്നത്, അതായത് ഏത് ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ. അതുപോലെ തന്നെ ഓണപരീക്ഷ ഇമ്പോർട്ടന്റ് ആണോ എന്നുള്ള സംശയവും ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾ കുറെ കാര്യങ്ങൾ, നിങ്ങളുടെ പാറ്റേൺ, എക്സാമിന്റെ പാറ്റേൺ മാറാൻ പോവാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വലിയ മാറ്റം വരാൻ പോവാണ്. നിങ്ങൾ 10 വരെ പഠിച്ചു വന്ന ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമാണ് അല്ലെ. ഡിഫറെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന രീതി ആയിക്കോട്ടെ, നിങ്ങൾ ആൻസർ ചെയ്യേണ്ട രീതി ആയിക്കോട്ടെ, ഇതെല്ലാം മാറും. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് നേരിടാൻ പോകുന്ന ഒരു പരീക്ഷയാണ്. ആദ്യമായിട്ടാണ് ആ ഒരു പാറ്റേണിൽ നിങ്ങൾ ഒരു എക്സാം നേരിടാൻ പോകുന്നത്. യെസ്. അപ്പൊ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക, ഇത് 10 അല്ല, ഇത് ഹയർ സെക്കൻഡറി +1 ആണ്. എത്ര എഫേർട്ട് കൊടുക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, എത്ര സീരിയസ് ആയിട്ട് പഠിക്കണം. പറഞ്ഞിട്ടുള്ള ഇവർക്ക് ഇവരെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇത്, ഈ ഒരു ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത്. ഇനി എല്ലാത്തിനും അപ്പുറം ഓണപരീക്ഷയുണ്ടോ ക്രിസ്മസ് പരീക്ഷയുണ്ടോ എന്നുള്ളതിനേക്കാളും ഒരു ഫൈനൽ ബോർഡ് എക്സാം എന്തായാലും ഉണ്ട്. അതെ, അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. അപ്പോ എല്ലാ ചാപ്റ്റേഴ്സ് എന്താണ് ആ ബോർഡ് എക്സാമിന് പഠിക്കണം, എഴുതിയേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമുക്ക് കൃത്യമായിട്ട് ആ ചാപ്റ്റേഴ്സ് ഇപ്പോഴേ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു ഓർഡറിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ബോർഡ് എക്സാം ആവുമ്പോൾ വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്താൽ മതി അല്ലെ. എന്തായാലും ബോർഡ് എക്സാമിന് ഇത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇതൊരു പ്രാക്ടീസ് ആണ് അല്ലെ. അങ്ങനെ മാത്രം വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. യെസ്. അപ്പൊ നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഈ പറയുന്ന ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്രയൊക്കെ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ചാപ്റ്റേഴ്സ് ഏതാന്ന് ഐഡിയ കിട്ടി, അപ്പൊ ചാപ്റ്റേഴ്സിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ സംശയം. അതായത് വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ചാപ്റ്റേഴ്സിനും വിലയിരുത്താൻ പോവാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇതിലൂടെ എന്ത് മനസ്സിലാകും, ഏത് ചാപ്റ്ററിനാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടത് പഠിക്കുമ്പോൾ, അതേപോലെ ഏത് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ ഒരു കാര്യം കൂടി നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് ഇപ്പൊ ഓണപരീക്ഷ വരുമ്പോ, അതായത് സ്കീം ഓഫ് വർക്ക് അനുസരിച്ച് ഈ ചാപ്റ്റേഴ്സ് ആണ് വരേണ്ടത്. പക്ഷെ അത് ഒഫീഷ്യലി ഒരു ഗവൺമെന്റ് പരീക്ഷയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇതനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വരുള്ളൂ. അതല്ല, സ്കൂളിൽ നടത്തുന്ന ഓണപരീക്ഷയാണെങ്കിൽ ആ സ്കൂളിൽ എവിടെ വരെയാണോ എടുത്തിരിക്കുന്നത്, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. യെസ്. അപ്പൊ എവിടെ വരെയാണോ സ്കൂളിൽ എടുത്തിരിക്കുന്നത് അവിടെ വരെ ആയിരിക്കും സ്കൂളുകാർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. ഇനി അതല്ല, ഒഫീഷ്യലി ഒരു ഗവൺമെന്റ് എക്സാം ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ചില ചാപ്റ്റേഴ്സ് സ്കൂളുകാർ എടുത്തിട്ടില്ലെങ്കിൽ ടീച്ചേഴ്സ് തന്നെ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തോളും, മാറ്റി തരും. ഓർത്ത് വരേണ്ട, അയ്യോ ഇത് ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുത്തിട്ടില്ലല്ലോ അല്ലെ, കുറെ ടെൻഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും വറി ചെയ്യണ്ട, അതൊക്കെ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യും. അതിന് ടെൻഷൻ ഒന്നും വേണ്ട. പക്ഷെ നമ്മൾ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് എത്ര വരെയാണ് ശരിക്കും ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി പോർഷൻ എത്രയാണ്, അതിന്റെ വെയിറ്റേജ് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എന്തായാലും ക്ലാസ്സുകൾ തുടങ്ങി കഴിഞ്ഞു. കൂടെ തന്നെ നിങ്ങളും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അഡ്മിഷൻ കിട്ടാത്തവർക്ക് അഡ്മിഷൻ പെട്ടെന്ന് കിട്ടും. അപ്പൊ അവരും കൂടെ തന്നെ പഠിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെയിറ്റേജ് അല്ലെ അതിലേക്ക് പോവാം. യെസ്. അപ്പൊ ഫസ്റ്റ് തന്നെ മാത്സ് ആണ്. അപ്പൊ മാത്സ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിലെ മാത്സ് അല്ലട്ടോ. 10ാം ക്ലാസ്സിലെ മാത്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്സ് ആയിരുന്നു. പക്ഷേ ഇപ്പം കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് നമ്മൾ വന്നിട്ടില്ലേ അല്ലെ, കുറച്ചും കൂടി
ഹയർ ലെവലിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അതെ. യെസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് നോക്കാം. വരുമ്പോ 5 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടായിരിക്കുക ഫസ്റ്റ് ടേമിൽ, അതായത് നമ്മുടെ ഓണം എക്സാമിന്. സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അതുപോലെ ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്ന ഈ 5 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അത് നമ്മൾ ഓൾറെഡി കണ്ടു. പക്ഷെ ഇതിന്റെ വെയിറ്റേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ് ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ നമ്മുടെ ട്രിഗ്നോമെട്രി ആണ്. അത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 5 വെയിറ്റേജ് വരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്നാണ് അല്ലെ. തൊട്ടടുത്ത് തന്നെ സെറ്റ്സും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസും നിൽക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെറ്റ്സ് കുറച്ച് ഈസി ചാപ്റ്റർ ആണ് അല്ലെ, കുറച്ചും കൂടി ഈസി ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. ഇനി വരുന്ന നമ്മളെ കോംപ്ലക്സ് നമ്പേഴ്സും ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുമ്പോൾ 3 വെയിറ്റേജ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് അറിയില്ല ഈ 5 ചാപ്റ്ററും ടീച്ചേഴ്സ് ഇപ്പൊ എടുത്ത് തീരുമോ എന്നുള്ളത്. എന്തായാലും എടുത്തത് വരെ നിങ്ങൾ പഠിക്കുക. ആദ്യം പറഞ്ഞ നമുക്ക് ശരിക്കും ഒരു ക്വാർട്ടറിലേക്ക് വരുന്ന പോർഷൻസ് എത്രയാണെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ നമുക്ക് അറിയില്ല ഏത് വരെയാണ് എടുത്ത് തീർക്കുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ചെറിയൊരു വേരിയേഷൻ നമുക്ക് ആ സമയത്ത് വെയിറ്റേജിലും ഉണ്ടാവും. പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വെയിറ്റേജിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇപ്പൊ എടുത്തിട്ടില്ലെങ്കിൽ ഇത് ഈ ഒരു 3ൽ നിന്ന് 1 മുകളിലേക്ക് പോവാം, ഇതിൽ 2 ആവാം, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോവാം. ഫിസിക്സ് ആണ്. ഫിസിക്സിൽ 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഈസി ചാപ്റ്റർ അല്ലേ? അല്ല, ഈസി ചാപ്റ്റർ ആണ്. എല്ലാം തുടങ്ങുന്ന സമയത്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വളരെ, പിന്നെ അങ്ങ് കുറച്ച് കോംപ്ലക്സിറ്റി കൂടി. മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, അത് കഴിഞ്ഞാൽ മോഷൻ ഇൻ എ പ്ലെയിൻ, പിന്നെ ലോസ് ഓഫ് മോഷൻ അല്ലെ. 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ടുള്ളത്. ഇതിലെ ആദ്യത്തെ 3 ചാപ്റ്റർ നിങ്ങൾ ഉറപ്പിച്ചോ, എന്തായാലും എക്സാമിന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ ഇൻ എ പ്ലെയിനും ലോസ് ഓഫ് മോഷനും ആണ്. 6 വെയിറ്റേജ് വന്നിരിക്കുന്നത്. പിന്നെ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ 5 വെയിറ്റേജ് വന്നിരിക്കുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് 4. ഏറ്റവും ഈസി ചാപ്റ്റർ അതല്ലേ, അതിൽ കുറവാ വെയിറ്റേജ്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾക്ക് ഫിസിക്സ് സെറ്റ് ആയല്ലോ. ഫിസിക്സ് കഴിഞ്ഞാൽ പിന്നെ കെമിസ്ട്രി. കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സ് ആണ്. ഏതൊക്കെയാണ്? സം ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഈ 3 ചാപ്റ്റേഴ്സ് ആണ്. ആക്ച്വലി ഈ 3 ചാപ്റ്ററും ഇവർ ഇതിന്റെ മുന്നേ 10ലും 9ലും ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ബേസ് ഉണ്ട് എന്തായാലും. അപ്പൊ ഇതിൽ ഏറ്റവും വെയിറ്റേജ് വന്നിരിക്കുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിന് 7 വെയിറ്റേജ്. പിന്നെ ബാക്കി 2 ചാപ്റ്റേഴ്സിനും 6 വെയിറ്റേജ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന് കുറച്ച് കൂടുതൽ സമയം എന്ത് ചെയ്യുക, കൊടുക്കുക, അങ്ങനെ വൃത്തിയായിട്ട് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി 2 ചാപ്റ്റേഴ്സും ഇതേപോലെ തന്നെ പഠിച്ചോളുക. ഓക്കെ, അടുത്തതാണ് ബോട്ടണി. ബോട്ടണിയിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സ്. അതിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം ആൻഡ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇതിൽ മോർഫോളജിയിൽ അധികവും നിങ്ങൾക്ക് ഇൻഫ്ലോറസൻസ് വരെ അങ്ങനെയാണ് പോർഷനിൽ ഉള്ളത്. അപ്പൊ ഇൻഫ്ലോറസൻസ് വരെ ആയിരിക്കും. അത് ഈ പറഞ്ഞ പോലെ എടുക്കുന്നതിനനുസരിച്ച് ഏകദേശം ഇൻഫ്ലോറസൻസ് വരെയൊക്കെ ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. ബാക്കി ഭാഗം ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ ആ ഒരു എക്സാമിന് ശേഷമായിരിക്കും ബാക്കി ഭാഗം വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, രസകരമായിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ ആണ്. And then plant kingdom, morphology. രണ്ടും ഏതാണ്? 2 വെയിറ്റേജ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, തൊട്ട് മുന്നേ നമ്മൾ 5, 6, 7 വെയിറ്റേജ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ബയോളജി എന്ന് പറയുമ്പോൾ ഇനി ബയോളജിയിൽ തന്നെ എന്ത് വരികയാണ്? ബോട്ടണിയും സുവോളജിയും വരികയാണ് കേട്ടോ. 30 മാർക്ക് ബോട്ടണിയും 30 മാർക്ക് സുവോളജിയാണ്. അതുകൊണ്ടാണ് ആ വെയിറ്റേജിൽ അങ്ങനെ വരുന്നത്. ബയോളജി പഠിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ 2 തിരിയാണ്. ബോട്ടണി സുവോളജി എന്ന് പറഞ്ഞ 2 തന്നെ തിരിയാണല്ലേ. യെസ്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ സുവോളജി. അപ്പൊ സുവോളജിയിൽ 3 ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ. അതിൽ തന്നെ 2 ചെറിയ ചാപ്റ്ററാ. ലിവിംഗ് വേൾഡും സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസും ചെറിയ ചാപ്റ്റർ ആണ്. ലിവിംഗ് വേൾഡ് നമ്മുടെ ബയോളജിയിലെ തന്നെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ്. സിമ്പിൾ ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ആയി. അതെ, അതുകൊണ്ട് ഒരു വെയിറ്റേജേ ഉള്ളൂ, ഒരൊറ്റ വെയിറ്റേജ്. അതിലും ഞാൻ എടുത്തു പറയാം, 1 ചോദ്യം വരുള്ളൂ 1 മാർക്കിന്റെ. അങ്ങനെയാണ് ശീലം. അടുത്തതാണ് നിങ്ങൾ ഒറ്റയടിക്ക് ജമ്പ് ചെയ്യാണ് കണ്ടുകട്ടി, ഒരു ഭീകര ചാപ്റ്റർ അല്ലെ. ആനിമൽ കിങ്ഡം, വലിയ ചാപ്റ്റർ. കുറെ സമയം എടുത്താലേ നമുക്ക് ആ ചാപ്റ്റർ പഠിക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ പേടിപ്പിക്കാൻ പറയുന്നില്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ആ ഒരു സീരിയസ്നെസ്സോട് കൂടി വേണം ആ ചാപ്റ്റർ പഠിക്കാൻ. 6 വെയിറ്റേജ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അവിടെയാണ് മെയിൻ. എല്ലാ ക്വസ്റ്റ്യൻസും അത് തന്നെ ആയിരിക്കും. പിന്നെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസിൽ നമുക്ക് ഫ്രോഗ് മാത്രമേ പഠിക്കാനുള്ളൂ. ഈ ഫ്രോഗ് ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ
ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻസ് ഇടുമായിരിക്കും ഇൻ കേസ് സ്കൂളുകാരാണ് എക്സാം നടത്തുന്നതെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്താൽ മതി. വെയിറ്റേജ് ലാസ്റ്റ് ചാപ്റ്ററിന്റെ വെയിറ്റേജ് നമ്മൾ നോക്കുമ്പോൾ സ്കൂളിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വെയിറ്റേജ് എന്ത് ചെയ്യും, മറ്റേതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവും. മറ്റേക്ക് ഇവിടെയുള്ള 2 ചിലപ്പോൾ ഇത് 2ഉം ഇത് 7ഉം ആവാം, അങ്ങനെ മാറാം. അല്ലെങ്കിൽ ഇത് 8ഉം അത് 1 ആവാം. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും ആ ഒരു വെയിറ്റേജിൽ മാറ്റം വരാം ലാസ്റ്റ് ചാപ്റ്റർ നോക്കുന്ന സമയത്ത്. എല്ലാ സബ്ജക്റ്റിനും അങ്ങനെ, എല്ലാ സബ്ജക്റ്റിനും അത് അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഫൈനലിന് അങ്ങനെയല്ല. ഫൈനലിന് അവർ എന്തായാലും എല്ലാം എടുക്കും, എല്ലാം പഠിക്കണം. ഡിസ്ട്രിബ്യൂഷൻ ഒന്നും എല്ലാ ചാപ്റ്ററും വെയിറ്റേജ് അതേപോലെ തന്നെ ആയിരിക്കും. നമ്മൾ ക്രിസ്മസ് ഓണം എക്സാം വരുമ്പോഴാണ് ഇത്തരത്തിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരുന്നത് അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഉള്ള പോലെയൊക്കെ തന്നെ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഫൈനൽ എക്സാമിന് ഒരു തരത്തിലുള്ള ടെൻഷനും ഇല്ലാണ്ട് സുഖസുന്ദരമായിട്ട് എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് വാങ്ങാം. അതുകൊണ്ട് ഇനി ഓണപരീക്ഷ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട. ഉണ്ടെങ്കിലേ ഞാൻ പഠിക്കുള്ളൂ, അത് ഗവൺമെന്റ് നടത്തിയാലേ ഞാൻ പഠിക്കുള്ളൂ. ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് ഗവൺമെന്റ് എക്സാമിന് മാത്രമേ പഠിക്കൂ എന്ന് ആഗ്രഹമുള്ളവർ ലൈക്ക് അടിക്കുക കമന്റ് ഞാൻ കണ്ടു. അങ്ങനെ ഒരു എക്സാമിന് നിങ്ങൾ കാത്തിരുന്നു കഴിഞ്ഞാൽ അവസാനത്തെ എക്സാമിന് വല്ലാതെ കഴിഞ്ഞു, കഥ കഴിഞ്ഞു, ബുദ്ധിമുട്ടി പോവും. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സാം ഉണ്ട് എന്ന് ഉറപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ പഠിക്കുക, മുന്നോട്ടേക്ക് പോവുക. അതിൽ തന്നെ ഗവൺമെന്റോ സ്കൂളോ ആര് വേണമെങ്കിലും നടത്തിക്കോട്ടെ, പക്ഷെ ഞാൻ പഠിക്കും. ഒരു ക്രിസ്മസ് എക്സാം വന്നാലും ഈ പോർഷൻസ് ഒക്കെ ഇൻക്ലൂഡ് എക്സാം വരാം. അപ്പൊ എങ്ങനെ നോക്കിയാൽ ഇത് പഠിക്കാതെ പോകുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ല. അതുകൊണ്ട് ഇപ്പോഴേ കൃത്യമായിട്ട് പഠിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട്. ഇനി എവിടെ മിസ് ഇവരിത് പഠിക്കുക? അതായത് ഇവർക്ക് സിമ്പിൾ ആയിട്ട് നല്ലൊരു ക്ലാസ് കിട്ടണമെങ്കിൽ അതിനല്ലേ ഞങ്ങളുള്ളത്, ഞങ്ങളെ കണ്ടുകൂടെന്നല്ലേ. ടീച്ചേഴ്സ് എല്ലാവരും സെറ്റാണ് മക്കളെ, എല്ലാവരും ഡബിൾ ട്രിപ്പിൾ പവറിലാണ് ഇവിടെ ഉള്ളത്. ഏകന്റെ എല്ലാ ലൈവ് ക്ലാസ്സസിലും നമ്മൾ ഈ പറയുന്ന ചാപ്റ്റേഴ്സ്, ഈ ചാപ്റ്റേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അല്ലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മള് യൂട്യൂബിൽ ലൈവ് ക്ലാസ്സുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഓണ പരീക്ഷയുടെ പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഏകന്റെ ടീമിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാ, പഠിച്ച് ഫ്ലോയില് നമുക്ക് അങ്ങ് പഠിച്ച് ഉഷാറായിട്ട് പോവാം. ഒരു ടെൻഷൻ വേണ്ട. നമ്മളെല്ലാവരും നിങ്ങളുടെ ആവശ്യപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കണക്കിലെടുത്തിട്ടായിരിക്കും നമ്മുടെ ലൈവ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് പറയാം, ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം, അങ്ങനെ എല്ലാം നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് വായിക്കും. എല്ലാ കാര്യങ്ങളും അതിലൂടെ പോയിട്ടാണ് നമ്മൾ എല്ലാം പ്ലാൻ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതായത് നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക ചാപ്റ്റർ കൂടുതൽ സമയം വേണം, റിപ്പീറ്റ് ചെയ്ത് വേണം, അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക് വേണം, അത് ഏത് സബ്ജക്റ്റിലായിക്കോട്ടെ നിങ്ങൾക്കത് കമന്റ് ചെയ്യാം. നമ്മൾ ആ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇപ്പൊ ഈ ഓണ പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യാ, ഏകൻ ടീമിന്റെ കൂടെ പ്രിപ്പയർ ചെയ്യാ. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാൽ പോരെ, എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഞങ്ങൾ ഉണ്ടായിരിക്കും ഏകന്റെ കൂടെ എന്ന് നിങ്ങൾ. ഈ ഓണ പരീക്ഷ നമ്മൾ പൊടിക്കുന്നല്ലേ. യെസ്, അത് ഒറ്റയ്ക്ക് വന്നാൽ മതിയോ? അല്ല, പോരാ, ഫ്രണ്ട്സിനെ കൂട്ടി വരണം. അപ്പൊ അത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അവര് വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ലൈക്ക് ചെയ്യുക, അതിനുശേഷം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു വർഷം മുഴുവൻ ഏകന്റെ കൂടെ നിൽക്കാൻ പോകുന്നവരാണ്, പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആക്കി വെക്കുക, അല്ലെ. യെസ്, ശരി, പോയി ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നമുക്ക് അടിച്ചു പൊളിച്ച് തകർക്കാം. ഇനി അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ വരില്ലേ? തീർച്ചയായിട്ടും പെട്ടെന്ന് വരും. അതുവരേക്കും ബൈ.